റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് 18 പേരെ കൂടി നിർദ്ദേശിച്ചതായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള കെ സുധാകരൻ, മുല്ലപ്പള്ളി, അടൂർ പ്രകാശ് എന്നിവർക്ക് മതിയായ പരിഗണന നൽകണം. കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കണമെന്നും ശിവഗിരി മഠാധിപതി റിപ്പോർട്ടറിനോട് പറഞ്ഞു. എന്നാൽ സ്വാമി സച്ചിദാനന്ദയുടെ പ്രസ്താവനയെ തള്ളി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ രംഗത്തെത്തി. സ്വാമി സച്ചിദാനന്ദയുടെ അഭിപ്രായം വ്യക്തിപരമെന്നും ശിവഗിരി മഠത്തിന്റെ അഭിപ്രായമല്ല എന്നും സ്വാമി ശുഭാംഗാനന്ദ പറഞ്ഞു. സ്വാമി ഏതെങ്കിലും മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മുഖ്യ നേതാക്കളെ നിർബന്ധമായും പരിഗണിക്കണം എന്ന ഒരു നിർദ്ദേശം കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 10-18 പേരുടെ പേരെഴുതി കൊടുത്തു. അവരെ പരിഗണിച്ചാൽ കൊള്ളാം. കാരണം അവർ ഇവിടെ വന്ന് വളരെ നിർബന്ധമായിട്ട് മഠത്തോട് ആവശ്യപ്പെട്ടു. അതിൽ കുറേ പേരെയെങ്കിലും പരിഗണിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പിന്നോക്ക വിഭാഗ നേതാക്കന്മാരിൽ പ്രമുഖരാണ് ഈ പറഞ്ഞ മുല്ലപ്പള്ളിയും സുധാകരനും അടൂർ പ്രകാശും മറ്റും. അവർക്ക് മതിയായ പ്രാതിനിധ്യം നൽകി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്, രാജ്യത്തെ സംബന്ധിച്ച് ആവശ്യമാണ്. കൊടിക്കുന്നിൽ സുരേഷിന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. സംഭാഷണത്തിനിടയിൽ അദ്ദേഹം തുറന്ന കാര്യം എന്നോട് പറയുകയും ചെയ്തു. തീർച്ചയായും അദ്ദേഹത്തെ പോലുള്ള ആളുകളെ പരിഗണിക്കണമെന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട്. നമ്മൾ ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ആത്മീയ കേന്ദ്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. അത് ശിവഗിരി മഠാധിപതി എന്ന സ്ഥാനമില്ല, ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റിന്റെ അഭിപ്രായമായിരിക്കും, വ്യക്തിപരമായ അഭിപ്രായം. ആ ട്രസ്റ്റിൻ്റെയോ മഠത്തിൻ്റെയോ അഭിപ്രായമല്ല. ശിവഗിരി മഠത്തിൻ്റെ നയപരമായ കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന ഡയറക്ടർ ബോർഡാണ്. ഈ കാര്യങ്ങൾ ഡയറക്ടർ ബോർഡ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ആവശ്യമെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ട് അതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് മാധ്യമങ്ങളെ അറിയിക്കും. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് ശിവഗിരി മഠം അല്ലല്ലോ. ശിവഗിരി മഠത്തിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ശിവഗിരി മഠം വാദത്തിൻ്റെയും വിവാദത്തിൻ്റെയും ഭാഗമായി നിൽക്കാൻ പാടില്ല. സുനിഷ എല്ലൂർ വിവരങ്ങളുമായിട്ട്. സുനിഷ, ഒന്ന് കൃത്യമായ രാഷ്ട്രീയത്തിലുള്ള ഇടപെടൽ, 2 രാഷ്ട്രീയാതീതമായ പ്രവർത്തനം എന്നുള്ള നിലപാട്, 2 നിലപാടാണ് വരുന്നത്. പിന്നെ സംസ്ഥാനത്ത് ഭരണമില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി എംപിമാരയക്കുന്നത് ഏറ്റവും പരിഗണന കൊടുക്കുന്നവരെയാണ്. ഇനി എന്ത് പരിഗണന? അത് തന്നെയാണ് മധു. നിലവിൽ നേരത്തെ സച്ചിദാനന്ദ പറഞ്ഞിരുന്ന ഒരു കാര്യം, പിന്നോക്കക്കാർക്ക് പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. ഒപ്പം തന്നെ ചില ലിസ്റ്റുകൾ നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞിരുന്നു. അത് ശിവഗിരി മഠത്തിന്റെ അഭിപ്രായം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുകയും ചെയ്തിരുന്നത്. എന്നാൽ അതിനെതിരെയാണ് ഇപ്പോൾ ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശുഭാംഗാനന്ദ രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ്, അതൊരു മഠത്തിന്റെ അഭിപ്രായമായി കാണരുത്, അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ അഭിപ്രായമായി കാണരുത് എന്നുള്ളതാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു തീരുമാനം, അതായത് ശിവഗിരി മഠത്തിന്റെ തീരുമാനമായി ഒരു തീരുമാനം എത്തേണ്ടതുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ചേർന്നാണ് തീരുമാനിക്കുക. അതെല്ലാവരും ചേർന്നുള്ള അഭിപ്രായമാണ്. നിലവിൽ ഇപ്പോൾ അത്തരത്തിൽ ഈ ശ്രീനാരായണ ധർമ്മസംഘത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ കക്ഷിയുമായും ബന്ധമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അംഗീകരിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഉള്ളത്, ഈ ശിവഗിരി മഠത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മറ്റൊരു തലത്തിൽ കാണേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി രംഗത്തെത്തി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പട്ടിക നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യത്തിനാണ് സ്ഥാനാർത്ഥി പട്ടിക നൽകേണ്ടത് ശിവഗിരി മഠത്തിൽ നിന്നല്ല എന്നുള്ള കാര്യം പറയുന്നത്. അതത് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാക്കളുടെ പേര് ശിവഗിരി മഠത്തിൽ നിന്നും നൽകേണ്ട ആവശ്യമില്ല. നിലവിൽ സ്വാമി സച്ചിദാനന്ദ തലപുകയ്ക്കുന്ന വിഷയങ്ങളിലാണ് ഇപ്പോൾ ശിവഗിരി മഠത്തിന്റേതായ അഭിപ്രായങ്ങൾ വരുന്നത്.